ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെയും പഠനമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇന്ന് നമുക്കൊരു ക്ലാസ് അല്ല, ചാപ്റ്റർ ലിസ്റ്റാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും ഓൾഡ് ആൻഡ് ന്യൂ SCERT കമ്പൈൻ ചെയ്ത് LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം എന്ന രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ താഴെ വന്നിട്ടുള്ള കമൻറ്റ് കെമിസ്ട്രിയുടെ ഇതുപോലെ ഓൾഡ് ആൻഡ് ന്യൂ SCERT ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്ത് ചാപ്റ്റർ ലിസ്റ്റ് വേണം എന്നൊരു ആവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഓൾഡ് ആൻഡ് ന്യൂ SCERT പഠിക്കേണ്ടത് എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഏകദേശം ഒരു 11ഓളം ടോപ്പിക്കുകളാണ് കെമിസ്ട്രിയിൽ വരുന്നത്. 7 മാർക്കാണ് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. പിന്നെ ഒരു 2 മാർക്ക് കറണ്ട് അഫെയറും വരും അല്ലേ കെമിസ്ട്രിയുടെ. അങ്ങനെ ടോട്ടൽ 9 മാർക്കാണ് കെമിസ്ട്രി ഭാഗത്ത് നിന്ന് നമുക്ക് LP UP സിലബസിന് വേണ്ടിയിട്ട് ആ ഒരു സിലബസ് പ്രകാരമുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഓൾഡ് SCERT നമ്മൾ പഠിക്കേണ്ട ലെസൺസ് 6th സ്റ്റാൻഡേർഡിലെ 9th ലെസൺ ചേർക്കാം പിരിക്കാം, 8th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ പദാർത്ഥ സ്വഭാവം, പിന്നെ 8th സ്റ്റാൻഡേർഡിലെ 5th ലെസൺ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. പിന്നീട് വരുന്നത് 8th സ്റ്റാൻഡേർഡിലെ 10th ലെസൺ ആണ്, രാസമാറ്റങ്ങൾ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു 4 ചാപ്റ്റേഴ്സാണ് ഓൾഡ് SCERTയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്, രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ. ഇനി ന്യൂ SCERTയിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു 4 ലെസൺസ് ഉണ്ട്. 6th സ്റ്റാൻഡേർഡിലെ 7th ലെസൺ മാറ്റങ്ങളുടെ ലോകം, പിന്നെ 8th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ മാറ്റങ്ങളുടെ രസതന്ത്രം. പിന്നെ വരുന്ന ലെസൺ ഉണ്ടല്ലോ 9th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ റിഡോക്സ് പ്രവർത്തനങ്ങൾ. അവിടെ രാസമാറ്റത്തെക്കുറിച്ചും പിന്നെ രാസപ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ടോപ്പിക് ഉണ്ട്, രാസപ്രവർത്തന വേഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് വരുന്നുണ്ട് കെമിസ്ട്രിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ആ ഒരു ഭാഗത്ത് പഠിച്ചാലും മതി. പിന്നെ ഇവിടെ രാസമാറ്റത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഏതിലാണ്? ഈ 9th സ്റ്റാൻഡേർഡിലെ 4th ലെസണിൽ. ഓക്കെ അല്ലേ? പിന്നെ വരുന്നത് 9th സ്റ്റാൻഡേർഡിലെ 5th ലെസൺ രാസഗതികം എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട്. അപ്പോൾ ഇവിടെയും ഒരു 4 ലെസൺ വരുന്നുണ്ട്. ക്ലിയർ ആയല്ലോ ഏതൊക്കെയാണെന്നുള്ളത്? ഇനി അടുത്തത് ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം. ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ട ന്യൂ SCERT ലെസൺസ് ഇതൊക്കെയാണ്. 8th സ്റ്റാൻഡേർഡിലെ 5th ലെസൺ മൂലകങ്ങളും സംയുക്തങ്ങളും. അതിൽ ആറ്റം, തന്മാത്ര, പീരിയോഡിക് ടേബിളിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് 8th സ്റ്റാൻഡേർഡിലെ 10th ലെസൺ സ്ഥിത വൈദ്യുതി. അതിൽ ആറ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്ഥിത വൈദ്യുതി എന്നുള്ളത് ശരിക്കും നമ്മൾ എവിടെ പഠിച്ചു? ഫിസിക്സിൻ്റെ ഏരിയയിൽ നമ്മൾ സ്ഥിത വൈദ്യുതി പഠിച്ചു അല്ലേ? അപ്പോൾ ആ ഒരു ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ ആറ്റവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് 9th സ്റ്റാൻഡേർഡിലെ 1st ലെസൺ ഉണ്ട്, ആറ്റത്തിൻ്റെ ഘടന. 9th സ്റ്റാൻഡേർഡ് 3rd ലെസൺ രാസബന്ധനം. അപ്പോൾ ഈ ഭാഗത്ത് ഈ 2 ലെസൺസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. 9th സ്റ്റാൻഡേർഡിലെ 1st ലെസണും 9th സ്റ്റാൻഡേർഡിലെ 3rd ലെസണും ആണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. പിന്നെ 10th സ്റ്റാൻഡേർഡിലൊരു ലെസൺ ഉണ്ട്, അതായത് സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങളെക്കുറിച്ചൊക്കെ ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ കൂടി ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലെസൺസ് പറഞ്ഞല്ലോ, 9th സ്റ്റാൻഡേർഡിലെ 1st ലെസണും 9th സ്റ്റാൻഡേർഡിലെ 3rd ലെസണും. രാസബന്ധനം എന്നും ആറ്റത്തിൻ്റെ ഘടന എന്ന് തന്നെയാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇനി ഓൾഡ് SCERTയിലോട്ട് വരുമ്പോൾ 8th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. 9th സ്റ്റാൻഡേർഡിലും ഇതേ പേരിൽ തന്നെ 2 ലെസൺ ഉണ്ട്, ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം എന്നുള്ള ഈ പേരിൽ തന്നെ 2 ചാപ്റ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ന്യൂ SCERTയിൽ നമ്മൾ പറഞ്ഞ അതേ പേരിൽ തന്നെ ഓൾഡ് SCERTയിലും ഉണ്ട്. കണ്ടൻറ്റ് ഏകദേശം സെയിം തന്നെയാണ്, ഏകദേശം അല്ല ഫുള്ളും സെയിം തന്നെയാണ്. നമുക്ക് അങ്ങനെ കവർ ആയി പോയിക്കോളും. ചാപ്റ്ററിൻ്റെ എണ്ണം കൂടുതൽ എന്നുള്ളതേ ഉള്ളൂ, കണ്ടൻറ്റൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ. അവിടെ നോക്കൂ, 2 ലെസണാണ് ന്യൂ SCERTയിൽ പഠിക്കേണ്ടത്. അപ്പോൾ അവിടെ സെയിം പേരിൽ തന്നെയാണ് ഈ ചാപ്റ്റേഴ്സ് വരുന്നത്. നോക്കാട്ടോ, ന്യൂ SCERTയിൽ സ്റ്റാൻഡേർഡ് 9th 2nd ലെസൺ പീരിയോഡിക് ടേബിൾ, 10th സ്റ്റാൻഡേർഡിൽ 3rd ലെസൺ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നാണ് കേട്ടോ. പിന്നെ ഓൾഡ് SCERTയിലും ഇതേ പേരിൽ തന്നെയാണ്. 9th സ്റ്റാൻഡേർഡിലെ 4th ലെസൻ്റെ പേര് പീരിയോഡിക് ടേബിൾ എന്നും 10th സ്റ്റാൻഡേർഡിലെ 1st ലെസൻ്റെ പേര് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന പേരിൽ തന്നെയാണ്. അപ്പോൾ ഈ 2 ലെസണും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. സെയിം കണ്ടൻ്റ് ആണ് കേട്ടോ.
നെക്സ്റ്റ് ലായനികൾ. ലായനികളുമായി ബന്ധപ്പെട്ട് ന്യൂ SCERTയിൽ പഠിക്കേണ്ട 4 ലെസൺസ് ഇതൊക്കെയാണ്. 5th സ്റ്റാൻഡേർഡിലെ 3rd ലെസൺ ജലം നിത്യജീവിതത്തിൽ, 6th സ്റ്റാൻഡേർഡിലെ 5th ലെസൺ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ, 8th സ്റ്റാൻഡേർഡിലെ 14th ലെസൺ ജലം, 9th സ്റ്റാൻഡേർഡിലെ 6th ലെസൺ ലായനികൾ. ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ലായനികൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ആണ് കേട്ടോ. അപ്പോൾ അത് പഠിക്കുക. പിന്നെ വരുന്ന ഓൾഡ് SCERTയിലും ഇതൊക്കെ തന്നെയാണ് ചാപ്റ്റേഴ്സിൻ്റെ പേരായിട്ട് വരുന്നത്. 5th സ്റ്റാൻഡേർഡിലെ ലീനം, ലായകം, ലായനി എന്ന പേരിൽ ഒരു ലെസൺ ഉണ്ട്. 6th ചേർക്കാം പിരിക്കാം, 8th പദാർത്ഥ സ്വഭാവം, 8th സ്റ്റാൻഡേർഡിൽ ലായനികൾ, 8th സ്റ്റാൻഡേർഡിൽ ജലം. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഓൾഡ് SCERTയിൽ ഈ ഒരു ലായനികൾ എന്ന ചാപ്റ്ററിൻ്റെ അണ്ടറിൽ പഠിക്കണം. അതായത് ടോട്ടൽ എത്ര ലെസൺ വരും? ഓൾഡും ന്യൂവും കൂടി കൂടിയിട്ട് 9 ലെസൺ വരും. കണ്ടൻ്റ് ഒക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ എവിടെ ലഭിക്കും? നമ്മൾ കെമിസ്ട്രി ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വലിയ താമസമില്ല, നമ്മൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ഓൾഡ് ആൻഡ് ന്യൂ SCERT കമ്പൈൻ ചെയ്ത് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഫിസിക്സും ബയോളജിയൊക്കെ എടുത്ത പോലെ തന്നെ. ഇനി അടുത്തത് വൈദ്യുത രസതന്ത്രം. ഈ 2 ലെസണും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ, സെല്ലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഇലക്ട്രോലൈറ്റ്, അതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത്. ന്യൂ SCERT 10th സ്റ്റാൻഡേർഡിലെ 5th ലെസൺ വൈദ്യുത രസതന്ത്രം. ഓൾഡ് SCERT 10th സ്റ്റാൻഡേർഡ് 3rd ലെസൺ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. രണ്ടും ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ആണ് കേട്ടോ. സെയിം കണ്ടന്റ് ഒക്കെ തന്നെയാണ്, കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വാതക നിയമങ്ങൾ. വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് 10th സ്റ്റാൻഡേർഡിലെ 2 ലെസണാണ് പഠിക്കേണ്ടത്. രണ്ടിൻ്റെയും പേര് സെയിം ആണ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഇതൊക്കെ 2 ന്യൂ SCERTയിലും പഠിക്കണം, ഓൾഡ് SCERTയിലും പഠിക്കണം. കണ്ടന്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ലെങ്ത് വരുന്നില്ല, അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ എണ്ണം കൂടുതൽ എന്നൊന്നുമില്ല, രണ്ടിലും സെയിം കണ്ടന്റാണ്. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. പിന്നെ നമ്മൾ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ മർദ്ദം വാതകത്തിലും ദ്രാവകത്തിലും എന്നൊരു ലെസൺ പഠിച്ചിട്ടുണ്ടല്ലോ SCERTയിൽ. അപ്പോൾ അവിടെയും കുറച്ച് കാര്യങ്ങൾ വാതക നിയമവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന ടോപ്പിക്. അവിടെ 2 ലെസണാണ് വരുന്നത്. റിഡോക്സ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, ഇതാണ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞത്. എവിടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഈ ഒരു രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് കേട്ടോ, രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളിലും ഈ 9th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ലെസൺ ഈ ഒരു ഭാഗത്ത് പഠിച്ചാലും മതിയാകും എന്ന് നിങ്ങളോട് പറഞ്ഞുല്ലോ, അതാണിത്. രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 9th സ്റ്റാൻഡേർഡിലെ 3rd ലെസൺ റിഡോക്സ് പ്രവർത്തനവും രാസപ്രവർത്തന വേഗവും. ഇവിടെ ഓൾഡ് SCERTയിൽ 3rd ലെസൺ 9th സ്റ്റാൻഡേർഡിലെ 3rd ലെസൺ റിഡോക്സ് പ്രവർത്തനവും രാസപ്രവർത്തന വേഗവും. ഇത് ന്യൂ SCERT ലെസൺ ആണ് കേട്ടോ. ഈ ഒരു ഭാഗം ന്യൂ SCERT ആണ്. ന്യൂ SCERT സ്റ്റാൻഡേർഡ് 9ലെ 4th ലെസൺ റിഡോക്സ് പ്രവർത്തനങ്ങൾ. ഇതൊന്ന് നോക്കണേ, ന്യൂ SCERTയിലാണ്. അപ്പോൾ 2 ലെസണാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത്. രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന ഭാഗത്ത് 9th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ ലെസണും ന്യൂ SCERTയിലെ 4th ലെസൺ 9th സ്റ്റാൻഡേർഡിൽ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. ഇനി ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങളുമായി ബന്ധപ്പെട്ട് ഓൾഡ് SCERTയിൽ 2 ലെസൺ വരുന്നുണ്ട്. 7th സ്റ്റാൻഡേർഡിലെ 3rd ലെസൺ ആസിഡുകളും ആൽക്കലികളും, 9th സ്റ്റാൻഡേർഡിൽ 5th ലെസൺ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. കണ്ടോ, ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് തന്നെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വന്നിരിക്കുകയാണ്. ഇനി ന്യൂ SCERTയിൽ 2 ചാപ്റ്റേഴ്സ്. 7th സ്റ്റാൻഡേർഡിലെ 2nd ലെസൺ ആസിഡുകളും ബേസുകളും, 8th സ്റ്റാൻഡേർഡിലെ 13th ലെസൺ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. ഇനി നെക്സ്റ്റ് ലോഹങ്ങൾ, ലോഹനിർമ്മാണം. ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത് 2 ചാപ്റ്റേഴ്സാണ് ഓൾഡ് SCERTയിൽ പഠിക്കേണ്ടത്. ഒന്ന് 8th സ്റ്റാൻഡേർഡിലെ 7th ലെസണാണ് ലോഹങ്ങൾ. വേറെ ഒരെണ്ണം 10th സ്റ്റാൻഡേർഡിലെ 4th ലെസണാണ് ലോഹനിർമ്മാണം. പിന്നെ ന്യൂ SCERTയിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ 8th സ്റ്റാൻഡേർഡിലെ 6th ലെസൺ ലോഹങ്ങളും അലോഹങ്ങളും, 10th സ്റ്റാൻഡേർഡിലെ 6th ലെസൺ ലോഹങ്ങൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ 4 ചാപ്റ്റേഴ്സാണ് ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ വരുന്നത് ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമെറിസം, രാസപ്രവർത്തനങ്ങൾ എന്ന ഏരിയയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഓൾഡ് SCERTയിലെ 2 ലെസൺസ് ആണ്. ഓർഗാനിക് സംയുക്തം, നാമകരണം, ഐസോമെറിസം എന്ന ഭാഗം. പിന്നെ 10th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിൽ ഓർഗാനിക് സംയുക്തം, രാസപ്രവർത്തനങ്ങൾ എന്ന ഏരിയ. ന്യൂ SCERTയിലും ഈ 2 ചാപ്റ്ററും ഇതേ പേരിൽ തന്നെ വരുന്നുണ്ട്. 10th സ്റ്റാൻഡേർഡിലെ 1st ലെസൻ്റെ പേര് ഓർഗാനിക് സംയുക്തം, നാമകരണവും ഐസോമെറിസവും എന്നാണ്. പിന്നെ 10th സ്റ്റാൻഡേർഡിലെ 2nd ലെസൺ ന്യൂ SCERT പേര് ഓർഗാനിക് സംയുക്തം, രാസപ്രവർത്തനങ്ങൾ എന്നാണ്. ഇനി നിങ്ങൾ കെമിസ്ട്രിയുടെ ഇപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ കെമിസ്ട്രി LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് പഠിക്കേണ്ട ലെസൺസിൻ്റെ ലിസ്റ്റ് ആയിട്ടുണ്ട്.
ഇനി നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട 4 ഇമ്പോർട്ടൻറ്റ് ലെസണും കൂടി കെമിസ്ട്രിയിൽ വരുന്നുണ്ട്. നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും നമ്മളത് പഠിക്കണം. അതായത് ന്യൂ SCERTയിലെ 9th സ്റ്റാൻഡേർഡിലെ 8th ലെസൺ കാർബണിക രസതന്ത്രം ഒന്ന് വായിച്ചു വയ്ക്കുക, നല്ലതാണ്. പിന്നെ ഓൾഡ് SCERT 8th സ്റ്റാൻഡേർഡിലെ 15th ലെസൺ രസതന്ത്രം നിത്യജീവിതത്തിൽ. ഏതൊരു എക്സാമിനാണെങ്കിലും നമ്മളോട് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. സോപ്പ് അതുപോലെയുള്ള നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ലെസണാണിത്. ഇത് കൂടാതെ 2 ചാപ്റ്റേഴ്സ് കൂടി നമ്മൾ നോക്കി വയ്ക്കണം. അതായത് 8th സ്റ്റാൻഡേർഡിലെ 18th ലെസൺ ഓൾഡ് SCERTയിലെ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. പിന്നെ 9th സ്റ്റാൻഡേർഡിലെ 7th ലെസൺ കാർബണിൻ്റെ ലോകം. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് ഞാൻ ഇവിടെ ഇത് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, അത് ഞാൻ എന്തോ മാറി എഴുതി പോയതാണ്. ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും അതുപോലെ കാർബണിൻ്റെ ലോകം എന്നുള്ള ആ 2 ചാപ്റ്ററും പിന്നെ കാർബണിക രസതന്ത്രം നിത്യജീവിതത്തിൽ, ഈ 4 ചാപ്റ്റേഴ്സ് സിലബസിൽ ഇല്ലാത്തതാണെങ്കിൽ പോലും നമ്മളതൊന്ന് വായിച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ക്ലിയർ അല്ലേ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ ചാറ്റ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ കെമിസ്ട്രിയായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ SCERT ക്ലാസ്സുകൾ വലിയ താമസമില്ലാതെ തന്നെ നമ്മൾ തുടങ്ങും. ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ടെലഗ്രാമിലാണ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ കിട്ടും. വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് ടെലഗ്രാമിലാണ്. അതുകൊണ്ട് ടെലഗ്രാമിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ ലിസ്റ്റ് അതിൻ്റെ PDF-ഉം ടെലഗ്രാമിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു ചാനലും ഈ ചാനലിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.